നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസ് നാമമാത്രമാകുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നിലവിൽ കേരളത്തിലെ 3 സെക്ടറുകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന എയർ ഇന്ത്യ അത് ഒന്നാക്കി വെട്ടിക്കുറച്ചു. ഇതോടെ ആഴ്ചയിൽ 21 സർവീസ് ഉണ്ടായിരുന്നത് ഇനി 7 കുറയും. ദുബായ് കൊച്ചി സർവീസ് മാത്രമാണ് നിലനിർത്തിയത്. ദുബായ് കോഴിക്കോട്, ഷാർജ കോഴിക്കോട്, ദുബായ് ഗോവ, ദുബായ് ഇൻഡോർ സെക്ടറുകളിൽ ഈ മാസം 27 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കും സർവീസ് നടത്തുക. കേരളത്തിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഏക ഡ്രീം ലൈനറും എയർ ഇന്ത്യ ഈ മാസം 10-ന് പിൻവലിച്ചിരുന്നു. 18 ബിസിനസ് ക്ലാസ് ഉൾപ്പെടെ 256 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഡ്രീം ലൈനറിന് പകരം 12 ബിസിനസ് ക്ലാസ് ഉൾപ്പെടെ 170 പേർക്കുള്ള ചെറിയ വിമാനമാണ് ദുബായ് കൊച്ചി സെക്ടറിൽ സർവീസ് നടത്തുന്നത്. കാലക്രമേണ കേരള സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമായി ചുരുങ്ങിയേക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇതേസമയം ഡൽഹി, മുംബൈ തുടങ്ങിയ സെക്ടറുകളിലെ ഡ്രീം ലൈനർ നിലനിർത്തുകയും ചെയ്തു. അവധിക്കാലം അടുത്തു വരുന്നതിനാൽ മലയാളികളുടെ സുഗമമായ യാത്രയ്ക്ക് ഇത് തടസ്സമാകും. എയർ ഇന്ത്യ സേവനം നിലയ്ക്കുന്നതോടുകൂടി പ്രവാസികൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളിൽ ചിലതും നഷ്ടമാകും. ഫുൾ എയർലൈനിൽ ടിക്കറ്റ് മാറ്റാനുള്ള സൗകര്യം, നിരക്കിലെ വ്യത്യാസം, ഭക്ഷണം, കാർഗോ സൗകര്യം എന്നിവയ്ക്ക് പുറമെ ബിസിനസ് ക്ലാസ് യാത്രയും ഇല്ലാതെയാകും. ബിസിനസ്സുകാരും വിദേശ ടൂറിസ്റ്റുകളുമെല്ലാം വിദേശ എയർലൈനുകളെ ആശ്രയിച്ചേക്കും. എയർ ഇന്ത്യക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നതിനാൽ യാത്രക്കാർക്ക് പ്രശ്നം വരില്ല എന്നാണ് എയർലൈൻ അധികൃതരുടെ വിശദീകരണം. പക്ഷേ ഇത് മുഖവിലക്കെടുക്കാൻ പ്രവാസികൾ തയ്യാറുമല്ല. ഏതായാലും പ്രവാസികൾക്ക് ഇരട്ടടി പോലെയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അവധി ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് നാട്ടിൽ നിന്ന് ദുബായിലേക്കും ഒക്കെ തന്നെ പോകാനായി തയ്യാറായിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഇരട്ടടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ആഴ്ചയിൽ 21 സർവീസ് ഉണ്ടായിരുന്നതാണ് ഇനി 7 കുറയാൻ പോകുന്നത്. പ്രധാനമായും ദുബായ് കൊച്ചി മാത്രമാണ് ഇനി നിലനിർത്താനായിട്ട് പോകുന്നത്. ഷാർജ കോഴിക്കോട്, ദുബായ് കോഴിക്കോട്, ദുബായ് ഗോവ, ദുബായ് ഇൻഡോർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ മാസം 27 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരിക്കും സർവീസ് നടത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. പ്രവാസികൾക്ക് ലഭിച്ചിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടമാകുമെന്നാണ് പറയുന്നത്. ഫുൾ എയർലൈനിൽ ടിക്കറ്റ് മാറ്റാനുള്ള സൗകര്യം, നിരക്കിലെ വ്യത്യാസം, ഭക്ഷണം, കാർഗോ സൗകര്യം എന്നിവയെല്ലാം അതിനെല്ലാം പുറമെ ബിസിനസ് ക്ലാസ് യാത്രയും ഇല്ലാതായാകുന്ന ഒരു വാർത്തയാണ്. ഏതായാലും ഈ ഒരു വാർത്ത എയർ ഇന്ത്യയിൽ നിന്നും ഇത്തരം ഒരു തിരിച്ചടി ഉടൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പ്രവാസ ലോകം പറയുന്നത്.